തൊഴിൽ സംവരണം, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, നമ്മുടെ അവകാശം എന്നീ വിഷയങ്ങൾ ഉന്നയിച്ച് കുടുംബി സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിവിധ താലൂക്ക് മേഖലകളിൽ ധർണ നടത്തി. കുടുംബി സേവാ സംഘം കൊച്ചി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോപ്പുംപടിയിൽ നടത്തിയ ധർണ കുടുംബി സേവാ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് KR ജയപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. 1% തൊഴിൽ സംരക്ഷണം, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, നമ്മുടെ അവകാശം എന്നീ വിഷയങ്ങൾ ഉന്നയിച്ച് കുടുംബി സേവാ സംഘം കൊച്ചി താലൂക്ക് യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോപ്പുംപടിയിൽ നടത്തിയ പ്രതിഷേധ ധർണ കുടുംബി സേവാ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് KR ജയപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഈ കൊച്ചിയിൽ ഈ ധർണ നടത്തുമ്പോൾ പൊതുസമൂഹം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ ധർണ സംഘടിപ്പിച്ചേക്കുന്നത്. കാരണം 1962 രൂപീകരിച്ച് 1962 മുതൽ കുടുംബി സമുദായത്തെ പട്ടികവർഗത്തിൽപ്പെടുത്തണമെന്ന് നീണ്ട 65 വർഷം സമരം ചെയ്തിട്ട് ഈ സമരത്തിന് മുമ്പിൽ കണ്ണടച്ചു നിൽക്കുന്ന ഭരണവർഗത്തിന്റെ ചേഷ്ടകളെ പൊതുസമൂഹത്തിന് മുമ്പിൽ വിശദീകരിക്കാൻ വേണ്ടിയും ധർണ സംഘടിപ്പിച്ചേക്കുന്നത്. കൊച്ചി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് S ശ്രീധരൻ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ ധർണയിൽ സംസ്ഥാന പ്രസിഡന്റ് AM ശ്യാംകുമാർ, കൊച്ചി താലൂക്ക് സെക്രട്ടറി MN രവികുമാർ, മഹിളാ സേവാ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി രമ്യ ദിലീപ്, മഹിളാ സേവാ സംഘം കൊച്ചി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് രാജേശ്വരി, കുടുംബി സേവാ സംഘം കൊച്ചി താലൂക്ക് യൂണിയൻ സെക്രട്ടറി VS ദിലീപ്, കൊച്ചി യൂണിയൻ ട്രഷറർ KB ജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. വിദ്യാധനം വേണം എന്നൊരു ബോധം സമുദായത്തിന് പകർന്നൊരു ധീരൻ ഗാന്ധി കൃഷ്ണൻ കുടുംബി സമുദായത്തിന്റെ ദിശയേകിയ മഹാനാണ്. അർഹതപ്പെട്ട സംവരണം, ആനുകൂല്യങ്ങൾ മാറി മാറി വരുന്ന സർക്കാരുകൾ കുടുംബി സമുദായത്തിന് ഇന്നും ഒരു പരിഗണന ലഭിക്കാതെ അവഗണിക്കുന്ന ഈ സാഹചര്യത്തിൽ കുടുംബി സമുദായം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതും കൂട്ടായ്മയോടെ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കുടുംബി സമുദായം ഒന്നിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം എന്തുകൊണ്ട് നമ്മൾ ഈ ധർണ സംഘടിപ്പിക്കുന്നു, നിരന്തരം നമ്മൾ സമരരംഗത്ത് ഉണ്ടാകുന്നു എന്നതിന്റെ കാരണങ്ങൾ എനിക്ക് മുൻപ് സംസാരിച്ച പ്രിയങ്കരനായിട്ടുള്ള ജയപ്രസാദും ശ്രീ രവികുമാറും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ട് നമ്മൾ സമരം സംഘടിപ്പിക്കുന്നു? നേടിയെടുത്തവ സംരക്ഷിക്കുവാൻ, അർഹമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി. 1956 നവംബർ മാസം 1-ാം തീയതി കേരള സംസ്ഥാനം രൂപം കൊണ്ടു. 1957 ലോകത്തിലാദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ നിന്നൊരു മന്ത്രിസഭ കേരളത്തിലുണ്ട്. 1967 ഈ മന്ത്രിസഭയാണ് കേരളത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട, പിന്നോക്കം നിൽക്കുന്ന, കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളുമുള്ള, വേദനകളുള്ള ഒരു കുടുംബ സമുദായത്തെ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് ശുപാർശ ചെയ്തത് 67 ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,